ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് മലേഷ്യ ഡേ 2 ആണ്. അപ്പൊ നമ്മൾ ഇന്ന് സിറ്റി ടൂർ ആണ് ഇന്നത്തെ ഡേ. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്? അറിയാതെ മാച്ചായി പോയതാണ് ഞങ്ങൾ പിങ്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇനി ബസ്സിൽ കയറിയിട്ട് ഓരോ സ്ഥലത്ത് എത്തിയിട്ട് കാണാം. ഗൈസ്, ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഗൈസ്, ഇതാണ് നമ്മുടെ ബസ്. നമ്മളിപ്പോ മ്യൂസിയം എത്തിയിട്ടുണ്ട്. നമ്മൾ ആ സ്റ്റോപ്പിലാണ് ഇറങ്ങിയത്. കൊറേ സാധനങ്ങൾ വരണ വഴിക്കുണ്ടായിരുന്നു, പക്ഷെ എല്ലാ സ്റ്റോപ്പിലൊന്നും അവർ നിർത്തിയിട്ടില്ല. അപ്പൊ നമ്മള് അടുത്തത് മ്യൂസിയം ആണ് കാണാൻ പോണത്. ഗൈസ്, ഇതാണ് മ്യൂസിയത്തിലേക്കുള്ള എൻട്രൻസ്. ഗൈസ്, ഇത് മ്യൂസിയത്തിന്റെ ഫ്രണ്ട്. മ്യൂസിയം എന്ന് എഴുതിയാണിത് ശരിക്കും ഇവിടെ താഴെയാണ്. അത് താഴെ ഇറങ്ങിയാലേ കിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ അകത്ത്. ഇതിന്റെ അകത്തേക്ക് എൻട്രൻസ് ആണ്. ഒരു കുറെ പഴയ സ്റ്റോൺസ്. നമ്മള് റെയിൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളോട്ടൊക്കെ ഉണ്ട്. ഇത്രേ ഉള്ളൂ. ചെറിയ മ്യൂസിയം നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ. ഇത് സ്കെൽട്ടൺ അല്ലേ? ഇതൊക്കെ സ്കെൽട്ടൺ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ആ സൈഡിലുണ്ട്, ഫോട്ടോ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ കൊറേ കല്ലുകളാണുള്ളത്. ഇതും സ്കെൽട്ടൺ ആണ്. ഇതെന്തോ പശുവിന്റെ അല്ല, ഇങ്ങനെ ഇരിക്കണ സ്കെൽട്ടൺ ആണ്. അതാണ് ഇത്. ഇതാണ് 3 പാത്രം സ്കെൽറ്റണുകള്. പിന്നെ ഇവിടെ ഒരു ഗുഹ പോലെ ഉണ്ട്. ആദിവാസിയുടെ വാക്സ് സ്റ്റാച്ചു. പിന്നെ ഇവിടെ ഫുള്ള് മറ്റേ ശില്പങ്ങളും പിന്നെ കുറെ വാളും സാധനങ്ങളൊക്കെയാണ്. ഇവിടെ അതൊക്കെ തന്നെയാ ഗൈസ്. അടുത്തത് ഇതാണ് സോൺ ബി. ഇവിടെ വേറെ കുറെ സാധനങ്ങളുണ്ട്. അതെവിടെ ഗെയിം ഗൈസ്. ഞാൻ എന്റെ പേര് കൊടുക്കാം. ഇതെന്ത് ഗൈസ്, ഒരു മിനിറ്റ്. ഇവിടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, പസിൽ. ഞാൻ എന്റെ പേര് കൊടുത്തു, അപ്പോഴേക്കും അവള് വന്ന് തട്ടിപ്പറിച്ചോണ്ട് പോയി. എന്റെ ഗെയിം കംപ്ലീറ്റഡ്. അടുത്തത് മോളിലാണ്, എന്തൊക്കെയോ ഉണ്ട്. അടുത്തത് ഇതാണ് സോൺ സി. ഇവിടെ ഗാലറി ആണ്. കൊറേ എന്തൊക്കെയുണ്ട്. ഷിപ്പിലുള്ളതാണ് ഇതൊക്കെ. പഴയ പീരങ്കി വെക്കുന്നതും. ഇവിടെ ഷിപ്പുണ്ട്. പിന്നെ ഇവിടെ
ഇവിടെ ഇവിടെ എന്തോ പഴയ വീടിന്റെ ചുമര് പോലെ ഇന്റീരിയർ ആക്കി വെച്ചിട്ടുണ്ട്. കൊറേ തോക്കും വാളൊക്കെ ഉണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് ചുമരിന്റെ ഇന്റീരിയർ ആണ്. ഇനി നമുക്ക് അടുത്ത സോണിൽ കാണാം ഗൈസ്. ഇവിടെ അടിയിലൊരു ഗ്ലാസ് ബ്രിഡ്ജ് അല്ല, ഇതൊരു പഴയ വീട് ഡെമോൺസ്ട്രേഷൻ. ഓ, സീലിംഗ് ഇല്ല ഗൈസ്. നമ്മൾ പുറത്തേക്ക് എത്തി. ഇനി അവിടെയാണ് സോൺ ഡി ഉള്ളത്. ഇതാണ് സോൺ ഡി. ഇതിനകത്ത് കുറെ വാച്ച് സ്റ്റാച്ചു. ഇത് അവര് പഠിക്കുന്ന സ്കൂള്. ഇത് ഇതാരാ സെക്യൂരിറ്റി ആണെന്ന് തോന്നണു. ഇതാണ് നമ്മൾ ഇന്നലെ പോയ മ്യൂസിയം. ഇതിനകത്തായിരുന്നു. പിന്നെ ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തത് നാഷണൽ പാലസിലാണ് വന്നിട്ടുള്ളത്, മലേഷ്യയിലെ. ഇതാണ് അവിടേക്കുള്ള എൻട്രൻസ്. ഭയങ്കര വെയിലാണ്. മുഖത്ത് മാത്രം സൺസ്ക്രീൻ ഉള്ളൂ ഗൈസ്. ഗൈസ് ഇത് അടച്ചേക്കാണ്. അകത്തേക്ക് എൻട്രൻസ് ഇല്ല. പുറത്തുനിന്ന് ഫോട്ടോ എടുത്തിട്ട് പോവാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പൊ ഇവിടത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഗൈസ്, നമ്മൾ അടുത്തത് ഇവിടെ നാഷണൽ മോണ്യുമെന്റിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ബാക്കിൽ വേറെന്തോ ഒരു സാധനം ഉണ്ട്. ഗൈസ്, നമ്മൾ ഇതിന്റെ അകത്തേക്ക് പോവാ. അതിന്റെ ഉള്ളിൽ വേറൊരു സ്റ്റാച്യു ഉണ്ട്. കൊറേ സ്റ്റാച്യു ഉണ്ട്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ സ്റ്റാച്യു. അവരൊക്കെ അങ്ങോട്ട് പോയി. സ്വിമ്മിംഗ് പൂൾ പോലെയാണ്. ഇതിന്റെ ചുറ്റും വെള്ളം നിറയെ. ഇപ്പുറത്തും ഉണ്ട്. ഗൈസ്, ഇവിടത്തെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഗൈസ്, നമ്മൾ അടുത്തത് വന്നിട്ടുള്ളത് മർദേക്ക സ്ക്വയർ ആണ്. അത് ഈ കണ്ടതാണ്. ഒടുക്കത്തെ വെയിലാണ് ഗൈസ്. ഇവിടെ ഇല്ല. ഇതാണ് ഗൈസ് ഇവിടത്തെ എൻട്രൻസ്. ഈ ബിൽഡിംഗ് ആണ് ഗൈസ് ഇവിടെ കാണാനുള്ളത്. ഇതിന്റെ അകത്തൊന്നുമില്ല തോന്നുന്നു. ഒന്നുമില്ല. വലിയ ഗ്രൗണ്ടും ഉണ്ട് ഇവിടെ. പിന്നെ ഗൈസ്, നമ്മൾ ഇതിന്റെ അകത്ത് എന്താ ഉള്ളതെന്ന് നോക്കാൻ പോയി. ഇതിന്റെ അകത്ത് കയറിയ പക്ഷെ കൊറേ സമയം എടുക്കും. നമുക്ക് കേറി നോക്കാം.
ഓ, ഇതിനകത്ത് എന്തോ ഗാലറി പോലെയാണ് guys. ഇതിന്റെ അകത്ത് ഷോപ്പൊക്കെ ഉണ്ട്. നമുക്കിനി മുകളിലേക്ക് പോയി നോക്കാം. അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. എന്താണ് ഗൈസ് ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഹായ് ഗൈസ്, അപ്പം ഇപ്പം നമ്മളുള്ളത് ഹോപ്പ് ഓഫ് ബസ്സിലാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ടാണ് നമുക്ക് സിറ്റി ടൂറിന്റെ ബസ്സിൽ പോകാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഗാർഡൻ ഗാർഡൻ റൂട്ടാണ് പോയത്. ഇനി നമുക്ക് സിറ്റി റൂട്ട് പോകണം. നമ്മളിവിടെ ട്വിൻ ടവറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ പെരും മഴയാണ്. ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. നമ്മൾക്ക് ഇവിടെ രാത്രി ആകുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ലൈറ്റിലൊക്കെ വരിക. അപ്പോൾ നമ്മൾ രാത്രി ഇവിടേക്ക് വരും ഒന്നുകൂടെ കാണാൻ. ഇപ്പോൾ ഇത് ബസ് സ്റ്റോപ്പാണ്, അതുകൊണ്ട് മഴയില്ല. നല്ല മഴയാണ് ഗൈസ് ഇവിടെ. ഗൈസ് നമ്മളടുത്തത് KL ടവറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. നമ്മളകത്തേക്ക് പോവാണ്. നല്ല മഴയാണ് ഗൈസ് ഇവിടെ. നമ്മൾ രാവിലെയൊക്കെ കറങ്ങിയിട്ട് ഏറ്റവും മെയിൻ 2 സ്ഥലത്ത് എത്തിയപ്പോൾ ട്വിൻ ടവറും പിന്നെ KL ടവർ അവിടെ എത്തിയപ്പോൾ ആണെങ്കിൽ നല്ല മഴയും നല്ല ഇടിയുണ്ട്. ഇതാണ് ഗൈസ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അകത്തേക്ക് കയറാൻ പോയപ്പോൾ അവർ പറഞ്ഞു മഴ ആയതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല, അകത്തേക്ക് കയറാം. നമ്മുടെ മറ്റേ ഇതാണ് സ്കൈ ടെറസിന്റെ ടിക്കറ്റ് നമ്മൾ എടുത്തേക്കണം. ടെറസിലേക്കാണ് പോകാനുള്ള ടിക്കറ്റ് ആണെങ്കിൽ, പക്ഷെ അകത്തേക്ക് പോകാൻ പറ്റില്ല മഴ ആയതുകൊണ്ട്. അപ്പോൾ മഴ മാറുമ്പോൾ വന്നാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് താഴെയൊക്കെയുള്ള ഷോപ്പ്, ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി വന്നതാണ്. എടുക്ക് ഇതിനെ ടോപ്പ് ഇടണം. മധുരം കുറച്ചൊരു വേണം. നമ്മളിവിടെ ചൈന ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ മൊത്തം ലോക്കൽ സ്ട്രീറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അവിടേക്ക് പോവാണ്. ഗൈസ് ഇതാണ് ഇവിടുത്തെ മറ്റേ ഫേമസ് ഫ്രൂട്ട്, ഒരു ചക്ക പോലത്തെ ഒരു സാധനം. ഇവിടെ ഫുഡല്ല കൂടുതല്, ചെരുപ്പും കണ്ണടയും തുണികളൊക്കെയാണ്, ബാഗുകൾ. നമ്മുടെ അവിടെയുള്ള ഫ്രൂട്ട്സ്, മാംഗോസ്റ്റീൻ, റംബൂട്ടാൻ. കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല, നല്ല മൂർച്ചുള്ള മുള്ളുകൾ അതിന്റെ.
എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, പക്ഷെ എന്തോ ഒരു വൃത്തിയായിട്ട് ഒരു ചോയ വരുന്നുണ്ട്. ഒരു പുകയും. ഇതാ സ്ട്രീറ്റിനകത്തുള്ളതാണ്. മറ്റേ സ്ക്വിഷിയാണ് ഗൈസ്. ഇത് കൊറേ ഉണ്ട്, ഇത് ഫുള്ളാണ്. ഇവിടെ ഓരോന്നിനും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നോക്ക് നോക്ക്, ഞാൻ ഈ ഒരു സാധനം, ഒരു കീ ചെയിനിന് എത്ര റിങ്കറ്റ് അറിയോ? 29 റിങ്കറ്റ്, 29.90 റിങ്കറ്റ് ആണ് ഈ ഒരു സാധനം. 80 അവളിവിടെ മറ്റേ എന്താ, അയ്യോ റിവ്യൂ തുടങ്ങി. ആൾക്കാരൊക്കെ നോക്കണു. നമ്മുടെ ഇതാണ് ഇവിടുത്തെ മാരിയമ്മൻ ടെമ്പിൾ. ഹായ് ഗൈസ്, ഞാനിപ്പോൾ പുറത്തേക്ക് അവരമ്പലത്തിലേക്ക് കയറി. ഞാൻ ഷോർട്ട് ഡ്രസ്സ് ആയതുകൊണ്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കവർ ചെയ്യാൻ മടി ചെയ്തുകൊണ്ട് ഞാൻ കയറിയില്ല. അവർ അകത്തേക്ക് കയറി. അടുത്ത് നമ്മൾ സെൻട്രൽ മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന സ്ട്രീറ്റ് മാർക്കറ്റിൽ നിന്ന് ആകെ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ സെൻട്രൽ മാർക്കറ്റിലേക്ക്. ഗൈസ്, അവിടെയാണ് സെൻട്രൽ മാർക്കറ്റ്. ഇത് നമ്മൾ രാവിലെ കണ്ടിരുന്നു ബസ്സിൽ പോകുമ്പോ. ഇപ്പൊ നമ്മൾ അവിടേക്ക് നടന്നെത്തി. ഗൈസ്, ഇത് നമ്മൾ രാവിലെ കണ്ടിരുന്നു കസ്തൂരി വാക്ക്വേ. ഗൈസ്, ഇത് നമ്മൾ നേരത്തെ കണ്ട കസ്തൂരി വാക്ക്വേയിലാണ് ഇപ്പൊ നമ്മള്. ഇവിടെ കൊറേ ഫ്രൂട്ട്സ് ഉണ്ട്. ചെറിയ ഓറഞ്ച്, മറ്റേ ചെറിയ തക്കാളിയുടെ വലിപ്പമുള്ള ഓറഞ്ച്. ഓറഞ്ച് ഇങ്ങനെ പച്ച കൊമ്പില് ഉണ്ടാവാ. ഇത് ഇവിടെ കണ്ട എന്തോ ഒരു സാധനാണ്. ടേസ്റ്റ് ഉണ്ട്, നല്ല ചെറിയ മധുരം. എനിക്ക് ഇഷ്ടപ്പെട്ടു. മാവ് പോലെ കുഴപ്പമില്ല, ഇവർക്കൊക്കെ ഇഷ്ടപ്പെടും. എനിക്ക് ഇഷ്ടപ്പെടില്ല. കോക്കനട്ടാണ് കൂടുതൽ ഇതിന് കുനാഫല്ല, കൊഴുക്കട്ടയുടെ ടേസ്റ്റ് ആണ്. അതാണ് ഇവർക്കൊക്കെ ഇഷ്ടായി. ഇപ്പൊ നമ്മള് സെൻട്രൽ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറി. മറ്റേ വോക്ക്വേന്റെ എക്സിറ്റിന്ന് സെൻട്രൽ മാർക്കറ്റിന്റെ നടുക്കേക്ക് എൻ്റർ ചെയ്യാൻ ഒരു വഴിയുണ്ട്. അപ്പൊ നമ്മൾ നടുക്കാണ് എത്തിയത്. ഗൈസ്, ഇപ്പൊ നമ്മൾ നടന്ന ഫ്രണ്ടിലെത്തി. ഇനി നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് പോവാം. ഗൈസ്, നമ്മളിപ്പോ ഇതിന്റെ അകത്ത് വന്നേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ഡിന്നർ കഴിച്ചിട്ട് പോവാണ്, ഈ സ്ട്രീറ്റിൽ നിന്ന് തന്നെ. പക്ഷെ നമ്മളിന്ന് ഉച്ചക്ക് മലേഷ്യൻ ഫുഡാണ് ട്രൈ ചെയ്തിരുന്നത്. പക്ഷെ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പൊ നമ്മള് ഇപ്പോൾ ഡിന്നർ കഴിക്കുകയാണ്.
ക്രോഷിയാണ്. ക്രോഷയുടെ ബൊക്കെയാണ് ഗൈസ്. ഗൈസ് നമ്മൾ അടുത്തത് ഇവിടെ പെറ്റാലിംഗ് സ്ട്രീറ്റിലാണ് വന്നിട്ടുള്ളത്. അടുത്ത സ്ട്രീറ്റ് ആണ്. ഗൈസ് ഇപ്പൊ രാത്രിയായി. നമ്മള് രാവിലെ വന്നപ്പോ മഴ ആയതുകൊണ്ട് നമുക്ക് KL ടവറിന്റെ മുകളിലേക്ക് കയറാൻ പറ്റിയില്ലായിരുന്നു, സ്കൈ ടെറസിലേക്ക്. അപ്പൊ ഇപ്പൊ രാത്രി നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ 8 മണിയായി. നമ്മളവിടെ 5:30 ആയിട്ടുള്ളൂ. ഭയങ്കര ഇരുട്ടാണ്. നമുക്ക് ഇനി മുകളിലേക്ക് കയറാം ഗൈസ്. നമ്മൾ ഈ സ്കൈ ടെറസിലേക്കാണ് പോകുന്നത്. ഗൈസ് ഇതാണ് ടെറസ്. ഇതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ട്വിൻ ടവറിന്റെ ലൈറ്റുള്ള വ്യൂ കിട്ടും. ഇതാണ് സ്കൈ വ്യൂ ഇവിടുന്ന്. ഇതെല്ലാ ബിൽഡിങ്സിന്റെയും ഹൈറ്റ് അനുസരിച്ചുള്ളതാ. ഏറ്റവും വലുത് ബുർജ് ഖലീഫ, പിന്നെ അത് കഴിഞ്ഞിട്ട് CN ടവർ, അത് കഴിഞ്ഞിട്ട് ഈഫിൽ ടവർ, അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ KL ടവർ. അതായിട്ട് ചെറുത് തോന്നുന്നുണ്ട്. ഗൈസ് അപ്പൊ നമ്മുടെ KL ടവർ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡേ ഇവിടെ നിർത്തി. നമ്മളിനി ട്വിൻ ടവർ നൈറ്റ് വ്യൂ കാണാൻ പോണില്ല. അപ്പൊ അത് വേറെ ദിവസം രാത്രി സമയമുള്ളപ്പോ നമ്മൾ പോകും. ഇന്ന് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി അടുത്ത ഡേ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ഗൈസ്. ബൈ.